1965 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അവർക്ക് വലിയ ഭൂരിപക്ഷമുണ്ടായി. അതാണ് ജനകീയ അംഗീകാരം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഒരാൾ പറയുന്നത്. അദ്ദേഹത്തോടൊരു കാര്യം പറയാം. അന്ന് ഭൂരിപക്ഷം ഉണ്ടായത് ആരൊക്കെ കൂടി ഉണ്ടായിരുന്നു? പച്ച ഉണ്ടായിരുന്നില്ലേ? അന്ന് അതുപോലെ പച്ചയും വെള്ളിയും ഉണ്ടായിരുന്നില്ലേ? കുറച്ച് ചുവപ്പും വെള്ളിയും ഉണ്ടായിരുന്നില്ലേ? അവരൊക്കെ കൂട്ടുപിടിച്ച് കണ്ടം വെച്ച കോട്ടുമാതിരി കൊണ്ടുപോയി അന്ന് ജയിച്ചതാണ്. ഇരിക്കട്ടെ, അന്നത്തെ ഭൂരിപക്ഷം കൊണ്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തെളിഞ്ഞെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാം, 1977 തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 117 സീറ്റിൽ അന്നത്തെ മുന്നണി അച്ഛനോ നേതാവായ മുന്നണി ജയിച്ചു വന്നില്ലേ? അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം മറ്റേ ശരിയാണെങ്കിൽ ഇത് ശരിയാണോ? അംഗീകരിക്കട്ടെ.